രണ്ടുപേരും പുറത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്ന ഒരാളെ അല്ല. പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എൻ്റെ പേര് ഒരു കേസ് ഉള്ളതുകൊണ്ട് പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പുതിയൊരു വീഡിയോയിലേക്ക് ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്നൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ് ഒരു കോഫിയൊക്കെ ആയിട്ട് ഇരിക്കാൻ നമുക്ക് ഇത് കുറച്ച് കഥകളൊക്കെ ഇങ്ങനെ പറയാമെന്നുള്ളത്. അതാണ് ഇപ്പോൾ കോഫിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞങ്ങൾ എങ്ങനെ UK-ലെത്തി. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങി പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, നമ്മൾ രണ്ടുപേരും പുറത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്ന ഒരാളെ അല്ല. രണ്ടുപേരും അങ്ങനെ വിചാരിച്ചിരുന്നവരല്ല. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എൻ്റെ പേര് ഒരു കേസ് ഉള്ളതുകൊണ്ട് പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു വലിയൊരു സ്റ്റോറി ഉണ്ട്, അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അത് മിക്കവാറും അത് ഇപ്പോഴത്തെ യൂത്തിന് യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോ. വലിയ കേസൊന്നുമല്ല, ഒരു പാർട്ടി കേസായിരുന്നു. സോ അങ്ങനെ പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടേ ഇല്ല. അത് ആദ്യമേ പറഞ്ഞു വെക്കട്ടെ. അതെ, ബിഫോർ മാരേജ് കൂടി പറയണ്ട, ആഫ്റ്റർ മാരേജ് കൂടി നമുക്ക് പറയാം. തുടങ്ങി വീത്തു. എന്നാ കല്യാണം കഴിച്ചേ? കല്യാണം കഴിച്ചത് നമ്മള് 18 August 2021. 5 year ആയി അവൻ പോകുന്നു. സോ നമ്മള് മാരേജ് കഴിക്കുന്ന കല്യാണം കഴിക്കുന്ന സമയത്ത് കോവിഡ് ടൈം ആയിരുന്നു. പക്ഷെ ടേസ്റ്റ് ഇല്ലേ? ടേസ്റ്റ് ഉണ്ട്. സോ നമ്മൾ കല്യാണം കഴിക്കണേന്ന് പറയുന്നത് ഒരു കോവിഡ് ടൈം ആയിരുന്നു. 3 ദിവസമായിട്ടായിരുന്നു നമ്മുടെ 2 വീട്ടിലും കല്യാണം. 3 ദിവസമായിട്ട് ആളുകള് ഇങ്ങനെ വന്ന്, അതായത് 20 പേർക്ക് മാക്സിമം പങ്കെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അന്ന് നമ്മുടെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 100+ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കൂടി കൂടിയിട്ട്. അപ്പൊ അങ്ങനെയായിരുന്നു മാരേജ് കഴിഞ്ഞത്. കോവിഡ് മാരേജ് ആയിരുന്നു. അതെ, അത് ആ ടൈമിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ജോലിയില്ല, ഇവൾക്കും ജോലിയില്ല. ഞാൻ അന്ന് വർക്ക് ചെയ്യുന്നത് റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഒരു ഹോട്ടലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അതൊക്കെ അന്നെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. സോ അത് കഴിഞ്ഞ് ഒരു 3-4 months കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ബാക്ക് ടു നോർമൽ ആയി തുടങ്ങിയ ടൈമിൽ ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത്. ഇൻ ബിറ്റ്വീൻ നമ്മളങ്ങനെ, അപ്പം ഞാൻ ആ ടൈമിലൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായില്ല. നമ്മൾ നമ്മുടെ ഹണിമൂൺ പീരീഡ് ഒക്കെ അങ്ങ് ചില്ല് ചെയ്ത് നടക്കായിരുന്നു. പിന്നെ ഒരു November ഒക്കെ ആയപ്പോൾ നമുക്കൊരു ഓഫർ വന്നു, ഒരു റിസോർട്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഓഫർ. രണ്ടുപേരും കൂടി അവിടെ സ്റ്റേ ചെയ്ത് ആ റിസോർട്ട് നമ്മൾ ഏൽപ്പിച്ചാക്കിയാണ്. നമ്മളത് മാനേജ് ചെയ്താൽ മതി. ഫുള്ള് നമ്മുടെ കൺട്രോളിലായിരിക്കും. സ്റ്റാഫ് ഒരു 7 സ്റ്റാഫ് ഉണ്ടായിരുന്നു അവിടെ, അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. അങ്ങനെ എല്ലാം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു റിസോർട്ട്. അങ്ങനെ അവിടെ നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയത് അപ്പോൾ അവിടെ വെച്ചിട്ടാണ്. നമ്മളുടെ രണ്ടുപേരുടെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തല്ലോ. സോ നൈസ് ആയിരുന്നു ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഈ ടൈമിൽ അവിടുത്തെ മാക്സിമം റവന്യൂ ഉണ്ടായിരുന്നത് 3 lakh ഒക്കെ ആയിരുന്നു. അത് നമ്മൾ ഓഫ് സീസണിൽ ഒരു 6 lakh ആക്കിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഓഫ് സീസണിൽ സ്റ്റാഫിനൊക്കെ പാർട്ടി കൊടുത്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മള് സ്വന്തമായിട്ട് തുടങ്ങാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മള് അവിടുന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് നോക്കാന്ന് കരുതി വിചാരിച്ച് നമ്മൾ മൂന്നാർ പോവാണ് റിസോർട്ടുകൾ നോക്കാനായിട്ട്, വാഗമൺ പോവാണ് റിസോർട്ടുകൾ നോക്കാനായിട്ട്. അതിനിപ്പോ എന്റെ ഫ്രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും നടപടിയായില്ല. ഇതൊന്നും നടപടി ആവാണ്ട് നമ്മൾ തിരിച്ചു വന്ന് നമ്മളിങ്ങനെ ഇരുന്നു എന്ത് വേണം ഇനി എന്താ ചെയ്യാ. അപ്പൊ ആ സമയത്ത് നമുക്കൊരു പ്ലാനൊന്നുമില്ല. കാരണം പാസ്പോർട്ട് ഇല്ലാണ്ട് വെറുതെ ഈ UK പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് ഞാൻ പോയിട്ട് എന്നെ ഒറ്റയ്ക്ക് വിടാം അങ്ങനെ ഒന്നുമില്ല, എനിക്ക് പറ്റില്ല. ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് പോകലൊന്നുമില്ല. സോ അങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് അവൻ UK-ലായിരുന്നു. അവൻ നാട്ടിൽ വന്ന ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഔട്ടിങ്ങിന് പോയാണ് നൈറ്റ്. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾക്ക് UK ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ച് പാസ്പോർട്ട് ഇല്ല, നമുക്ക് പാസ്പോർട്ട് ഇല്ല, അപ്പോൾ UK ട്രൈ ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. നീ അത് മാക്സിമം കോംപ്രമൈസ് ചെയ്യാൻ നോക്ക്, എന്നിട്ട് എങ്ങനെയെങ്കിലും പാസ്പോർട്ട് വീട്ടിൽ UK ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൊടുക്കുന്നത്. ഞാൻ വന്നിട്ട് കീത്തോട് പറഞ്ഞ് നമുക്കന്ന് UK ട്രൈ ചെയ്യാമല്ലോ. പക്ഷെ ഈ സംഭവം പറയുമ്പോൾ പറഞ്ഞാല് ഈ UK-ക്ക് ഫാമിലി എല്ലാം നോക്കി സപ്പോർട്ട് ചെയ്യണം. പക്ഷെ ഈ പാസ്പോർട്ടിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഒരാൾ മാത്രല്ല, എത്ര പേരുണ്ടായി? 8 പേരായിട്ടുണ്ട്. ഈ 8 പേരെയും ഇതിന് സമ്മതിപ്പിച്ചെടുക്കണം. അത് ടാസ്ക് ആയിരുന്നു. അപ്പൊ അമ്മ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത കൂട്ടുകാരനൊക്കെ ഉണ്ട്. എന്റെ കൂട്ടുകാരനൊക്കെ ഇതിലുണ്ട്. അതായത് അതിന്റെ ഇപ്പൊ ബാക്കിൽ സപ്പോർട്ട് ചെയ്ത് നല്ല പുറകിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ പേരുണ്ടായിരുന്നു, അത് കോംപ്രമൈസ് ആക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്യാണ്. അങ്ങനെ നീ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. അത് 5-6 കൊല്ലം നമ്മൾ ഇതിന് കോംപ്രമൈസ് എന്നുള്ള സംഭവം ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്ത് എൻ്റെ ഫ്രണ്ടും കൂടെ ഒപ്പം നിന്ന് എല്ലാവരുടെയൊക്കെ സംസാരിച്ച് നമ്മളൊന്ന് കോംപ്രമൈസ് ആക്കാനായിട്ട് നോക്കി. കോംപ്രമൈസ് ആയി. ഭാഗ്യത്തിന് കേസ് ഒത്തീർപ്പായി. ആ സ്പോട്ടിൽ തന്നെ ഞാൻ ആ സമയത്ത് എനിക്ക് പാസ്പോർട്ട് ഉണ്ട്, 1 year പാസ്പോർട്ട് ഉണ്ട്. അത് കേസുള്ളവർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 1 year പാസ്പോർട്ട് കിട്ടുള്ളൂ. അപ്പോൾ കേസ് കഴിഞ്ഞെന്നുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് ഞാൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് പാസ്പോർട്ട് കിട്ടി.
പിന്നെ നമുക്ക് പ്ലാൻ ചെയ്യാം, UK പ്ലാൻ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ട് തുടങ്ങിയത്. ഏത് 2023 ഫെബ്രുവരിയിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഇടുന്നത്. അതെ, സ്റ്റുഡൻറ് വിസ എടുക്കാനായിട്ട്. ആ ടൈമിൽ സ്റ്റുഡൻറ് വിസയ്ക്ക് ഡിപ്പെൻഡ് അലൗഡ് ആണ്. അപ്പോൾ അങ്ങനെയാണ് രണ്ടുപേരും കൊണ്ട് പോകാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് സ്റ്റുഡൻറ് വിസ തന്നെ ചൂസ് ചെയ്തത്. എനിക്ക് PG ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങി ഇത് പറഞ്ഞിട്ടുണ്ട് PG ചെയ്താൽ കൊള്ളാമെന്ന്. അപ്പോൾ ഞാൻ വലിയ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത്. സോ അങ്ങനെ എല്ലാം കൂടെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ദെൻ UK ട്രൈ ചെയ്യാമെന്ന്. പിന്നെ അവരുടെ ആ ഒരു കൺസൾട്ടൻസി അടിപൊളിയായിരുന്നു. കാരണം എല്ലാം ഫാസ്റ്റ് ആയിട്ടായിരുന്നു. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ. അവരെല്ലാം അയച്ചിരുന്നു, നമ്മൾ ജസ്റ്റ് ഫില്ല് ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി എന്നുള്ള ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ നമ്മൾ പ്രിപ്പയർ ആയി, എല്ലാം സെറ്റായിരുന്നു. ആ സമയത്ത് നമ്മളൊരു ട്രിപ്പ് വരെ പോയി, നമ്മൾ മണാലിക്ക് ട്രിപ്പ് വരെ പോയി. അതിനു മുമ്പ് ഫീസ് അടക്കണം. ഫീസ് എത്രയും നാട്ടിൽ നിന്ന് നമ്മൾ പേയ്മെന്റ് ചെയ്ത എമൗണ്ട് 6,75,000 ആണ്. 6 ആയിരുന്നു ഹാഫ് വരുന്നത്. അപ്പൊ നമ്മൾ ഹാഫ് അടച്ചാൽ പോരായിരുന്നു, നമുക്കൊരു 75% നമ്മൾ ഫീസ് അടക്കണമായിരുന്നു. അപ്പൊ 9 lakh സംതിങ് ആയിരുന്നു നമ്മൾ അടക്കേണ്ടിയിരുന്നത്. അപ്പൊ അതൊക്കെ അറേഞ്ച് ചെയ്ത് അതൊക്കെ അടച്ച് ആ ടൈമിൽ കുറെ ഗ്യാപ്പ് ഉണ്ടാവും വിചാരിച്ചു. നമ്മൾ വിചാരിച്ചത് സെപ്റ്റംബറിൻ്റെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഫെബ്രുവരിയിൽ അപ്ലൈ ചെയ്ത് മാർച്ച് ആ ടൈമിലൊക്കെ നമ്മൾ അന്ന് വിചാരിച്ചത് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ഒരു ഇൻടേക്ക് ഉണ്ട്. ഇതിന് മെയിൻ ആയിട്ടുള്ള ഇൻടേക്ക് എന്ന് പറയുന്നത് ജാനുവരി അല്ലേ? ജാനുവരി ഇൻടേക്ക്, സെപ്റ്റംബർ ഇൻടേക്ക്, പക്ഷേ ഇതിനിടയിലും ഉണ്ട്. ചില യൂണിവേഴ്സിറ്റികൾ ഇടക്ക് മെയ്യിൽ ഇൻടേക്ക് ഉണ്ട്, ജൂണിൽ ഇൻടേക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സെപ്റ്റംബർ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ട്രിപ്പ് പോവാണ്, മണാലിക്ക് ട്രിപ്പ് പോവാണ്. മണാലി എത്തിയ ടൈമിലാണ് ഏജൻസി വിളിക്കുന്നത്, നമുക്ക് മെഡിക്കൽ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കണമെന്ന്. 2 ഡേയ്സിനുള്ളിൽ മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. നമ്മൾ മണാലിയിൽ നിൽക്കുകയാണ്, ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ. നിങ്ങൾ എന്താ ഇൻട്രസ്റ്റ് ഇല്ലേ? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലേ എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് എന്തായാലും 2 ഡേയ്സിനുള്ളിൽ എത്താൻ പറ്റില്ല. അപ്പോൾ ഏജൻസി യൂണിവേഴ്സിറ്റി മെയിലൊക്കെ അയച്ച് എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത് ഒരു 5 days ആയിട്ട് കിട്ടി. നമ്മൾ തിരിച്ച് നാട്ടിലെത്തി. അതായത് ഈ മെഡിക്കലിന് അപ്പോയിന്റ്മെന്റ് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര അമൃത ഹോസ്പിറ്റലില് 1 week എങ്കിലും ഡിലേ ഉണ്ട് മെഡിക്കലിന് അപ്പോയിന്റ്മെന്റ്. എന്നിട്ട് നമ്മൾ MLA അങ്ങനെയൊക്കെ വിളിച്ചൊക്കെ പറഞ്ഞ് നാട്ടുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ, അതായത് മണാലിയിൽ നിന്ന് എത്തി നെക്സ്റ്റ് ഡേ അപ്പോയിന്റ്മെന്റ് കിട്ടിയാണ്. അപ്പോയിന്റ്മെന്റ് കിട്ടി നമ്മൾ ചെന്ന് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് സത്യമായ സമാധാനം. അത്ര നേരം നമ്മൾ മണാലിയിലൊക്കെ നിൽക്കുമ്പോൾ ഒരു ഇതിൽ നിൽക്കുകയാണ് നമ്മൾ. അങ്ങനെ മെഡിക്കൽ റിപ്പോർട്ട് കൂടി അപ്ലോഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ എല്ലാം കഴിഞ്ഞ ഏകദേശം ഇന്റർവ്യൂ ഒക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ കാസ്റ്റ് ലെറ്റർ അതൊക്കെ വന്നു, അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫെബ്രുവരിയിൽ നമ്മൾ അപ്ലൈ ചെയ്തത് ഏജൻസി പറയുകയാണ് നിങ്ങൾക്ക് മെയ്യിൽ ഒരു ഇൻടേക്ക് വരുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ. കാരണം ആ ഒരു ഗ്യാപ്പിൽ, അതായത് ആപ്ലിക്കേഷൻ ഇട്ട ടൈമിൽ ഞാൻ വെറുതെ, നമുക്കറിയില്ല എത്ര നാൾ വെറുതെ നിൽക്കണമെന്ന്. കാരണം എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കൊടുത്തിട്ടിട്ട് അത് നോക്കിയിരിക്കുന്നുണ്ട്. അത് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ടൈം അവിടെ പോവുകയാണ്. ആ ടൈമിൽ ഞാൻ സമയം കളയണമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു ബാങ്കിൽ അപ്ലൈ ചെയ്തിട്ട് ബാങ്കിൽ കിട്ടി. ബാങ്കിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്ക് എടപ്പള്ളിയിൽ. ഇൻഡസ്ഇൻഡ് ബാങ്ക് എടപ്പള്ളിയിൽ ഞാൻ PDQൻ്റെ സെയിൽസിനാണ് വർക്ക് ചെയ്തത്. ആ ടൈമിൽ ഈസി ജോബായിരുന്നു അത്. അതാണ് അതിൽ ജോലി ചെയ്യാൻ കാരണം. ഫീൽഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഓഫീസിൽ ചെല്ലാം, ക്ലോക്കിങ് ചെയ്യുക, ഞാൻ നേരെ വീട്ടിലേക്ക് വരുമായിരുന്നു. എന്തെങ്കിലും മാരേജൊക്കെ ഉണ്ടെങ്കിൽ മാരേജൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഈവനിങ് പോയിട്ട് ക്ലോക്ക് ഔട്ട് ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എടപ്പള്ളി ബ്രാഞ്ചിൽ നിന്ന് കൊടുങ്ങല്ലൂർ ബ്രാഞ്ചിലേക്ക് മാറി, അങ്ങനെയൊക്കെ ഉണ്ടായി. സോ ആ ടൈമിൽ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേറൊരു കൺസേൺ ഉണ്ടായിരുന്നത്, ഇപ്പോൾ ആദ്യം വൈഫ് പോയി പിന്നെയാണ് ഹസ്ബൻഡ് പോകുന്നത്. നമ്മൾ മോസ്റ്റ്ലി അങ്ങനെയാണല്ലോ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പക്ഷെ ഒന്നിച്ച് പോകണമെന്നായിരുന്നു. ദൈവാധീനം കൊണ്ട് എല്ലാം. അപ്പോൾ ഏജൻസി പറഞ്ഞ വൺസ് സ്റ്റുഡൻറ്റിൻ്റെ അപ്ലൈ ചെയ്ത് വിസ വന്നതിന് ശേഷം നമുക്ക് ഡിപ്പെൻഡ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാലേ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും കൺഫേം അല്ല. അപ്പോൾ അങ്ങനെ മാക്സിമം ട്രൈ ചെയ്ത് മെയ്യിൻ്റേക്ക് തന്നെ നമുക്ക് കിട്ടി. ആദ്യം കീത്തുന് അപ്ലൈ ചെയ്ത് കീത്തുൻ്റെ വിസ വന്ന് ആ ടൈമിലൊക്കെ എന്ത് സന്തോഷം അറിയോ, ആ വിസ കൈ കിട്ടിക്കിട്ട് നോക്കുമ്പോൾ UK വിസ എന്നൊക്കെ. അത് എനിക്ക് കിട്ടിയതിലും ഭയങ്കര സന്തോഷമായിരുന്നു പ്രണവിന് കിട്ടിയപ്പോൾ. കാരണം ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാലോ എന്നുള്ള എനിക്കൊരു, അതായത് എൻ്റെ ഹിസ്റ്ററിയിൽ പാസ്പോർട്ടിൻ്റെ ഹിസ്റ്ററി ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്കൊരു പേടിയായിരുന്നു, റിജക്ഷൻ കിട്ടുമോ എന്നുള്ളൊരു പേടി നമ്മുടെ ഉള്ളിലുണ്ട് ആ ടൈമിലും. കാരണം ഇവൾക്ക് കിട്ടിയിരിക്കുകയാണ്, എനിക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരാൾ ഇവിടെ ആയി പോകില്ലേ. അങ്ങനെ ടെൻഷനൊക്കെ കുറേ നാളുണ്ടായിരുന്നേ. ഭാഗ്യത്തിന് രണ്ടുപേർക്കും വിസ കിട്ടി. അങ്ങനെ നമ്മൾ നാട്ടിലെല്ലാവരോടും ബൈയൊക്കെ പറഞ്ഞ് മെയ്, അതായത് 2023 മെയ് 16 അവിടെ നിന്ന് കയറി 17 UK-ലെത്തി. സോ ഓൾമോസ്റ്റ് 3 years ആയി നമ്മളിപ്പോൾ UK-ൽ എത്തിയിട്ട്. അങ്ങനെ സ്റ്റുഡൻറ് പീരീഡ് കഴിഞ്ഞു, PSW-ൽ എത്തി. ഇപ്പോൾ PSW-ലാണ്. എല്ലാവരും നമ്മുടെ അടുത്ത് ഇൻസ്റ്റയിലൊക്കെ ചോദിക്കുന്നുണ്ട് വിസ ആയോ വർക്ക് വിസ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് വർക്ക് വിസ ഒന്നും ആയിട്ടൊന്നുമില്ല. PSW-ലാണ് നമ്മൾ സ്റ്റിൽ. നമ്മുടെ വിസ നവംബർ
ഈ 2026 നവംബർ ലാസ്റ്റ് വരെ ഉണ്ട്. അപ്പോൾ അത്ര നാൾ നമുക്ക് ഇവിടെ യു കെയിൽ നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ വന്ന ടൈമിൽ കുറേ സ്ട്രഗ്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റുഡൻറ്റ് വിസ എടുത്താണ് യു കെയിലേക്ക് എത്തിയത്. സ്റ്റുഡൻറ്റ് വിസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സ്റ്റുഡൻറ്റ് വിസ നോക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഏജൻസിൻ്റെ നമ്പർ ഇട്ടുതന്നേക്കാം. ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതവിടെ കിട്ടാതെ ഞാൻ വെറുതെ പറഞ്ഞോളൂ. പ്രൊമോഷൻ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ യു കെയിൽ എത്തിയത്. പിന്നെ യു കെയിൽ എത്തിയിട്ട് ഇതുവരെ ഉണ്ടായ എക്സ്പീരിയൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും സൂൺ. അതെന്തായാലും അതെനിക്ക് തോന്നുന്നു, കാരണം കുറെ ആൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. യു കെയിലുള്ള കുറെ കപ്പിൾസ് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയും വരാൻ, സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും റൂൾസ് മാറിയോണ്ട് ഇനി ആരും വരത്തില്ലെന്ന്. ഇനിയും വരാൻ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്തിട്ട് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാനിപ്പോൾ സെപ്റ്റംബറിലേക്ക് നോക്കുന്നുണ്ടൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യു കെയിലേക്ക് ഇനി വരാൻ പോകുന്നവർക്കും യൂസ്ഫുൾ ആയിരുന്നൊരു നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ വരാൻ സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് യൂട്യൂബാണ് നമ്മൾ നോക്കിയിരുന്നത്. എന്താണ് യു കെയിലെ അവസ്ഥ, യു കെയിൽ എങ്ങനെയാണ് കപ്പിൾ ലൈഫൊക്കെ എങ്ങനെയായിരിക്കും പോകുന്നത്, സ്റ്റുഡൻറ് ലൈഫ് എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ എല്ലാം യൂട്യൂബിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. ജോബ് കാര്യങ്ങളെല്ലാം എല്ലാത്തിൻ്റെയും ഒരു പോകുന്നൊരു രീതി. അപ്പോൾ അതേപോലെ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടുന്ന എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. കുറച്ച് പാലെടുത്ത് ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്ക്. എന്ത് മധുരമാണ് കേത്തു. സോറി.